ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കും ബോഡി ഷേപ്പ് കിട്ടാനും കുടവയറ് കുറയ്ക്കാനും തൈസ് ഫാറ്റ് ഇല്ലാതാക്കാനും ഫുൾ ബോഡി ഫാറ്റ് ഇല്ലാതാക്കാനും പറ്റിയ എക്സസൈസും യോഗയൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ബോഡി ഫാറ്റ് ഇല്ലാതാക്കാനും അതേപോലെ ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടാനും കുടവയറ് കുറയ്ക്കാനും അതേപോലെ തൈസിൻ്റെ വണ്ണം കുറയ്ക്കാനുമുള്ള എക്സസൈസ് ഒക്കെ കൊണ്ടിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല യോഗ അതേപോലെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഈ വാമപ്പ് ഉണ്ടല്ലോ നമ്മളുടെ ബോഡിക്ക് ഷേപ്പ് കൂട്ടാൻ ഒത്തിരി സഹായിക്കുന്ന ഒരു വാമപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും ബോഡിക്ക്. ഞാൻ 2-3 വാമപ്പുകൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം വീഡിയോ ലോങ് ആയി പോകും. പിന്നെ അത് മാത്രമല്ല വാമപ്പുകളുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സുഹൃത്തിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന വാമപ്പുകളുടെ വീഡിയോ ഒന്ന് ഇടുമെന്ന്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി സെർച്ച് ചെയ്താൽ മതി. വീണ്ടും ഞാനത് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ബോറായിട്ട് തോന്നാം, അതുകൊണ്ടാണ് കേട്ടോ സെർച്ച് ചെയ്ത് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഒരു കമൻറ്റ് കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴാണ് ചെയ്യേണ്ട ടൈമെന്ന്. രാവിലെ 7 മണിക്ക് മുമ്പും വൈകിട്ട് 7 മണിക്ക് മുമ്പുമായിട്ട് ചെയ്യുക. മാക്സിമം ആ ടൈമാണ് ഉത്തമം. ശരീരം നമ്മളുടെ വഴങ്ങുന്നത് ആ ടൈമിനാണ്. ഫ്രണ്ട് ബെൻഡിങ് ആണെങ്കിലും ബാക്ക് ബെൻഡിങ് ആണെങ്കിലും മോർണിംഗിൽ ചിലപ്പോൾ ഫ്രണ്ട് ബെൻഡിങ് നമുക്ക് എല്ലാ ബോഡിക്കും ശരിയാവില്ല. അപ്പോൾ നമുക്ക് വൈകിട്ട് ഫ്രണ്ട് ബെൻഡിങ്ങും മോർണിംഗ് ബാക്ക് ബെൻഡിങ് ആയിട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും. അല്ലാത്തവർക്ക് ഈ 2 ടൈമും ഉത്തമം തന്നെയാണ്. ഇനി നമുക്ക് ബ്രീത്തിങ് നന്നായിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ എക്സസൈസുകൾ നമ്മളുടെ ഈ റണ്ണിങ് എക്സസൈസ്, അതായത് നല്ല നന്നായി ബോഡി ഇളകി മറിയുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹേർട്ടിന് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഒരു ശ്വാസ തടസ്സം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ എക്സസൈസ് ഒന്ന് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നത്. ഈ വാമപ്പ് ഒന്ന് ചെയ്തതിന് ശേഷം എക്സസൈസിലേക്ക് കടന്നാൽ മതി. അപ്പോൾ ശ്വാസം നന്നായി എടുത്ത് കൈ അകത്തി പിടിക്കുക. അതിനുശേഷം കൈ ജോയിൻ ചെയ്യുമ്പോൾ ശ്വാസം വിടുക. അതേപോലെ തന്നെ അടുത്ത എക്സസൈസാണ് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കോർത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് നേരെ ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3 വശങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ഇതൊരു 3 ടൈംസ് എങ്കിലും ചെയ്തതിന് ശേഷം മാത്രം നന്നായി ബ്രീത്ത് എടുത്ത് വിട്ടതിന് ശേഷം എക്സസൈസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ഹാർട്ട് സംബന്ധിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാമപ്പ് അല്ലെങ്കിൽ യോഗ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു യോഗയാണിത്. നമ്മളുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എക്സസൈസിന് മുമ്പ് മാത്രമല്ല, നമുക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾക്കും നല്ലൊരു യോഗയാണ്, ഒരു ആസനമാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ആസനം ഡെയിലി ചെയ്യുന്നത് നല്ലതാട്ടോ. ഇതൊരു 3 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എഫക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു കൂളിംഗ് അതായത് ശ്വാസം എടുക്കുമ്പോഴും നെഞ്ചിനൊക്കെ ഒരു കൂളിംഗ് അനുഭവപ്പെടും. ഭയങ്കരമായ ഒരു ആശ്വാസം, എന്താ പറയുക, ഒരു കനം കുറഞ്ഞ പോലെ ആ നെഞ്ഞത്തേക്കൊരു പ്രത്യേക ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു ആസനം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്താലേ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ആസനമാണ്. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ റെഡിയല്ലേ? അപ്പോൾ എൻ്റെ ഒപ്പം വന്നോളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് എക്സസൈസ് ചെയ്യാം. 20 ടൈംസ് വീതം ഇരു സൈഡിലായിട്ട് നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ആദ്യം റൺ ചെയ്യുക. ഈ റൺ ചെയ്യുന്നത് വളരെ സ്പീഡിൽ, നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്ര സ്പീഡിൽ ചെയ്യുന്നത് നല്ലതാണ്. അത് ചെയ്തുകൊണ്ട് ഓരോ എക്സസൈസിലേക്കും കടക്കാം. ഓരോ എക്സസൈസ് കഴിയുമ്പോഴും റണ്ണിങ് കൊടുക്കാം. അപ്പോൾ ഈ റണ്ണിങ് കൊടുക്കുന്നത് ബോഡിയിലെ ഫുൾ ഫാറ്റ് ഇല്ലാതാക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയിലിടയിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ബ്രീത്ത് നന്നായി എടുത്ത് വിട്ടതിന് ശേഷം മാത്രം വീണ്ടും അടുത്ത എക്സസൈസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ 20 ടൈംസ് ഇരു സൈഡിലും കൊടുത്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ എക്സസൈസും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഓരോന്നും എടുത്ത് കാണിക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് 20 ടൈംസ് എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ ബോഡിയിലെ എല്ലാ ഫാറ്റും ഇല്ലാതെയാക്കാൻ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇടയിൽ റണ്ണിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ബോഡി നന്നായി തടിച്ചവരാണെങ്കിൽ എല്ലാ ഭാഗത്തെയും ഫാറ്റ് ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ഇതൊക്കെ വയറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് കാല് പൊന്തിക്കും തോറും വയറിന് അത്രയും ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് കാലുകൾ മുകളിലേക്ക് പൊന്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ ബ്രീത്ത് ചെയ്യുമ്പോഴും ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ വയറ് ഉള്ളിലേക്ക് ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ തൈസിന് വളരെ നല്ലതാണ്. തൈസ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൈസിലെ വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് ഫാറ്റ് ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കും. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നവരാവാം, പക്ഷേ ഇടയിൽ റണ്ണിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വെയിറ്റ് നോക്കി വെച്ചോളൂ, ഒരു 10 കിലോ എങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു കിട്ടും ഒരാഴ്ച കൊണ്ട്. അതായത് അത്രയും ബോഡി നന്നായി ഇളകി മറിഞ്ഞിട്ടാണ് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി ക്ഷീണിക്കും കേട്ടോ, ആവശ്യതയാവും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. വല്ലാതെ ക്ഷീണിക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും എക്സസൈസിലേക്ക് കൊടുക്കാം. നന്നായി വിയർത്ത് അവശതയാവണം, അതാണ് നമ്മളുടെ റിസൾട്ട്. ഞാനിവിടെ വെറും 10 മിനിറ്റ് ആണ് എക്സസൈസ് കാണിച്ചു തരുന്നത്. നിങ്ങളത് ഒരു അരമണിക്കൂറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളുടെ 1 വീക്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ എക്സസൈസുകൾ തന്നെ ഇപ്പം ഞാൻ 20 ടൈംസ് 2 സൈഡിലും ചെയ്യുന്നത് നിങ്ങൾക്ക് 40 ടൈംസ് ചെയ്യാം. അതായത് 20 ടൈംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 20 ടൈംസ് ചെയ്യാം. അങ്ങനെ 40 ടൈംസ്. അപ്പോൾ ഓരോ എക്സസൈസുകളും ഒരു 40 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയിൽ റണ്ണിങ് കൂടെ കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. മോർണിംഗിൽ ഒരു അരമണിക്കൂർ, ഈവനിങ്ങിൽ ഒരു അരമണിക്കൂറും കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ്. അപ്പം നമ്മൾ എന്താ പറയുക, ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ 1-2 ദിവസം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്കൊക്കെ നല്ല പെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വണ്ണുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഇനി അഥവാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ബോഡി മൊത്തം ഇളകി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അയ്യോ വയ്യ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബോഡി നല്ല പെയിൻ ആയിരിക്കും. അതുകൊണ്ട് വാമപ്പ് ചെയ്തതിന് ശേഷം എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ കുറച്ചായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങാം. അത് നമുക്ക് തനിയെ നമ്മുടെ ചെയ്ത് നമ്മൾ സ്പീഡ് കൂട്ടാനും കൗണ്ട് കൂട്ടാനും ഒക്കെ സാധിക്കും. വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസ് ഒന്നും ഞാൻ ഇപ്പം ചെയ്യാറില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഞാൻ ഒരു സമയത്ത് കുറച്ച് നന്നായി തടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വീക്കിലും ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്ക്വാട്സ് ചെയ്യുമ്പോൾ ഫുൾ സ്ക്വാട്സ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം കേട്ടോ. അല്ലാത്തവർ ഹാഫ് സ്ക്വാട്സ് ചെയ്താലും മതി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് വണ്ണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണമെന്നില്ല. നിങ്ങൾ വാമപ്പ് കറക്റ്റായിട്ട് ചെയ്യുക. ജോഗിങ്ങോ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാതിരിക്കരുത്. പ്രാണായാമോ വാമപ്പുകളോ ജോഗിങ് രാവിലെ ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ 10 മിനിറ്റ് ചെയ്താലും മതി കേട്ടോ. ഇന്നത് എന്നൊന്നുമില്ല. നമ്മളുടെ ബോഡിക്ക് വീണ്ടും ഈ വണ്ണം വയറ് വീണ്ടും പുറത്തേക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ബോഡി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം എക്സസൈസുകൾ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ഇപ്പം നമ്മളുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രം ഇത്തിരി സ്ട്രെയിൻ എടുത്ത് അരമണിക്കൂർ ഡെയിലി ഒരു 1 അവർ ചെയ്ത് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റിൽ എക്സസൈസ് ആക്കി ചുരുക്കാം. പിന്നീട് ഓരോരുത്തരുടെ ശരീരത്തിനും വേണ്ട എക്സസൈസുകൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള എക്സസൈസ്. ഓരോ ദിവസവും എക്സസൈസുകൾ യോഗാസനങ്ങളും ഒക്കെ മാറ്റി ചെയ്തുകൊണ്ടേയിരിക്കാം. ഡെയിലി എക്സസൈസ് യോഗകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അസുഖങ്ങളും വരില്ല. നമ്മൾ പ്രാണായാമം ചെയ്യുന്നില്ലേ, ഈ പ്രാണായാമം നമ്മുടെ ശരീരത്തിന് വരുന്ന വേദനകളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാണായാമം എത്ര തവണ ഡെയിലി ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ എക്സസൈസ് കഴിയാൻ പോവാണ് കേട്ടോ. ലാസ്റ്റ് നമ്മളുടെ ഈ ഒരു ബോഡി ഫിറ്റ് ആവാനുള്ള ഒരു എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ആ യോഗാസനത്തിൽ പറയുകയാണെങ്കിൽ ഉത്കട്ടാസന എന്ന് പറയും. അപ്പോൾ യോഗയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാല് കുറച്ചും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഈ പോസിലേക്ക് വരിക, ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരിക. യോഗയായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടല്ല നോർമൽ ശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര സെക്കൻഡ് ഇതുപോലെ നിൽക്കാൻ പറ്റുമോ അത്ര സെക്കൻഡ് നിൽക്കാം. ഞാനൊരു 50 ടൈംസ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചുമരിൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ഈ പോസിൽ ഒരു 1 മിനിറ്റ് വരെ നമുക്ക് നിൽക്കാവുന്നതാണ്. ഈ ഉത്കട്ടാസന അഥവാ ബോഡി ഫിറ്റ് ആവാനുള്ള ഈ എക്സസൈസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മസിൽസിനെ, ഷോൾഡറിനെ, ചെസ്റ്റിനെയൊക്കെ സ്ട്രോങ് ആക്കാനും അതുപോലെ ബാലൻസ്, സ്റ്റാമിന ഇതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ബാക്ക് പെയിൻ ഇല്ലാതാക്കാനും എന്തിന് കൂടുതൽ പറയണം നമ്മുടെ പ്രഗ്നൻസി ലേഡീസിന് പ്രഗ്നൻസി ഈസി ആക്കാനും സാധിക്കും.
അതിനുശേഷം നന്നായി ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ദേ ശ്വാസം എടുത്തുകൊണ്ട് നന്നായി സ്ട്രെച്ച് ചെയ്തിട്ട് താഴേക്ക്, അതായത് പാദഹസ്താസനം ചെയ്യുന്നുണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് തറയിൽ കൈ മുട്ടിക്കുക. നിങ്ങൾക്ക് എത്രത്തോണ്ട് കൈകൾ താഴേക്ക് വരുമോ അത്രത്തോണ്ട് എത്തിക്കാൻ ശ്രമിക്കുക. മുട്ടണം എന്നൊന്നുമില്ല. ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ലാസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സസൈസ് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളുടെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കും ബോഡി ഷേപ്പ് കിട്ടാനും കുടവയറ് കുറയ്ക്കാനും തൈസ് ഫാറ്റ് കുറയ്ക്കാനും ഫുൾ ബോഡി ഫാറ്റ് ഇല്ലാതാക്കാനും ഒക്കെ പറ്റിയ നല്ല എക്സസൈസുകളാണ് നിങ്ങളായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ എക്സസൈസുകൾ മാത്രം മതി കേട്ടോ. അതിൻ്റെ കൗണ്ട് കൂട്ടിയിട്ട് ഒരു ½ ആക്കി മാറ്റുക. അപ്പോൾ മോർണിംഗിൽ ഒരു അരമണിക്കൂർ, ഈവനിങ്ങിൽ ഒരു അരമണിക്കൂറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, സന്തോഷിക്കുന്ന ആ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്